നമസ്കാരം സുഹൃത്തുക്കളെ, എന്റെ പേര് അശ്വതി. വെൽക്കം ടു ഹർഷിതം എഡ്യൂടെക്. ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഏറ്റവും പുതിയ PSC ബുള്ളറ്റിനിൽ പ്രസിദ്ധീകരിച്ച മലയാളം ചോദ്യങ്ങളും അതിന്റെ വ്യക്തമായ വിശദീകരണവുമാണ്. ക്ലാസ്സിലേക്ക് പോകാം. നമ്മുടെ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യാത്തവരുണ്ടോ ഉണ്ടെങ്കിൽ ഫസ്റ്റ് കമന്റ് ഒന്ന് ചെക്ക് ചെയ്തേക്കാം. ലിങ്ക് ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. കൂടാതെ ഹർഷിതം എഡ്യൂടെക്കിന്റെ ഒഫീഷ്യൽ ഇൻസ്റ്റഗ്രാം പേജിന്റെ ലിങ്കും കൂടി നിങ്ങളൊന്ന് ഫോളോ ചെയ്തേക്കാം. ഡെയിലി ഫ്രീ കറണ്ട് അഫയേഴ്സ് ക്ലാസ് അതുവഴി നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ക്ലാസ്സിലേക്ക് പോകാം. ആദ്യത്തെ ചോദ്യം, പുളിങ്കുരു എന്ന പദം പിരിച്ചെഴുതിയാൽ എങ്ങനെയാണ്? ഓപ്ഷൻ ഡി ആണ് ഉത്തരം. പുളി അധികം കുരു ആണ് പുളിങ്കുരു. നിങ്ങൾ സന്ധി പഠിക്കാൻ നേരത്തെ ആഗമ സന്ധിയിൽ ഒരു പോയിന്റ് പഠിക്കത്തില്ലേ? ഏതാ അത്? കരി, മല, മാ, മുള, പൂ, പുളി. ഇവയുടെ അടുത്തായിട്ട് ഇങ്ക, ഇഞ്ച, ഇണ്ട, ഇന്ത, ഇമ്പ ഇതിൽ ഏതെങ്കിലും ഒരു കൂട്ടക്ഷരം വന്നു കഴിഞ്ഞാൽ അത് ഏത് സന്ധി ആയിരിക്കും? ആഗമ സന്ധി ആയിരിക്കും എന്ന് പഠിച്ചിട്ടില്ലേ? ഒന്നുകൂടെ പറയാം. കരി, മല, മാ, മുള, പൂ, പുളി ഇവയുടെ അടുത്തായിട്ട് ഇങ്ക, ഇഞ്ച, ഇണ്ട, ഇന്ത, ഇമ്പ ഇവയിൽ ഏത് അക്ഷരം വന്നാലും അത് എന്ത് സന്ധി ആയിരിക്കും? ആഗമ സന്ധി ആയിരിക്കും. അപ്പൊ ഇവിടെ തന്നിരിക്കുന്ന വാക്ക് പുളി, കരി, മല, മാ, മുള, പൂ, പുളി. അതിലെ പുളി ഉണ്ടല്ലോ, പുളിയുടെ അടുത്തായിട്ട് എന്ത് വന്നു? ഇങ്ക വന്നു. പുളിയുടെ അടുത്തായിട്ട് ഇങ്ക വന്നു. അത് ആഗമ സന്ധിയാണ്. ആഗമ സന്ധി എന്നാൽ ഒരു വർണ്ണം ആഗമിക്കും. ഇവിടെ ഇങ്ക എങ്ങനെയാ കിട്ടുന്നത്? ങ് അധികം ക. ങ് അധികം കായാണ് ഇങ്ക. ങ് അധികം ക. ഓക്കെ, അപ്പൊ ഇവിടെ എങ്ങനെയാ അപ്പൊ പിരിച്ചെഴുതുന്നത്? പുളി. പുളി അതുപോലെ എഴുതുക. ഈ കായുടെ അവിടെയാണ് മാറ്റം വന്നിരിക്കുന്നത്. ബാക്കി എല്ലാ ഓപ്ഷൻ പുളിയും പുളിയും പുളിച്ചത് എന്നൊക്കെയല്ലേ. അപ്പൊ പുളി വരുന്ന ഒറ്റൊരു ഉത്തരവല്ലേ ഉള്ളൂ. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. ഓപ്ഷൻ ഡി. ഓക്കെ, ഇനി PSC റിപ്പീറ്റ് ആയിട്ട് ചോദിക്കുന്ന കുറച്ച് പിരിച്ചെഴുതൽ പദങ്ങൾ നമുക്ക് നോക്കാം. ആദ്യത്തേത് കണ്ണീരാണ്. കണ്ണീർ എങ്ങനെയാ പിരിച്ചെഴുതുന്നത്? കണ്ണീർ സ്ഥിരം ചോദ്യമാണ്. കൺ അധികം നീർ. കണ്ണീർ എങ്ങനെയാ പിരിച്ചെഴുതുന്നത്? കൺ അധികം നീർ. കൺ അധികം നീരാണ് കണ്ണീർ. നന്മ പിരിച്ചെഴുതുന്നത് എങ്ങനെയാ? നൽ അധികം മ. നൽ അധികം മായാണ് നന്മ. നൽ അധികം മായാണ് നന്മ. നൽ അധികം മ. മനസാക്ഷി എന്ന പദം പിരിച്ചെഴുതുന്നത് എങ്ങനെയാ? മനസാക്ഷി എന്ന പദം പിരിച്ചെഴുതുന്നത് മന അധികം സാക്ഷി. മന അധികം സാക്ഷിയാണ് മനസാക്ഷി. കണ്ണീർ എപ്പോഴും ചോദിക്കാറുണ്ട്. കൺ അധികം നീർ. നന്മ നൽ അധികം മ. മനസാക്ഷി മന അധികം സാക്ഷി. ഓക്കെ, അപ്പൊ പറഞ്ഞ ഇത്രയും പോയിന്റ്സ് ക്ലിയർ അല്ലേ? അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അടുത്ത ചോദ്യം ഇതാണ്. പേരച്ചം എന്നാൽ എന്ത്? പേരച്ചം എന്നാൽ നാമം കൊണ്ട് നാമത്തെ വിശേഷിപ്പിക്കുന്നതാണ് പേരച്ചം. നാമം കൊണ്ട് നാമത്തെ വിശേഷിപ്പിക്കുന്നതാണ് എന്ത്? പേരച്ചം. അപ്പോ ഒരു നാമത്തെ ആശ്രയിച്ച് നിൽക്കുന്ന അപൂർണ ക്രിയയെ വിളിക്കുന്ന പേരെന്താണ്? പേരച്ചം. ഒരു നാമത്തെ ആശ്രയിച്ച് നിൽക്കുന്ന അപൂർണ ക്രിയയെ വിളിക്കുന്ന പേരാണ് പേരച്ചം. ഇനി വിനയച്ചം എന്നാൽ എന്താണ്? ഒരു ക്രിയയെ ആശ്രയിച്ച് നിൽക്കുന്ന അപൂർണ ക്രിയ. നാമത്തെ അല്ലെങ്കിൽ ഒരു പേരിനെ ആശ്രയിച്ച് നിൽക്കുന്ന അപൂർണ ക്രിയ പേരച്ചമാണ്. ഒരു ക്രിയയെ ആശ്രയിച്ച് നിൽക്കുന്ന അപൂർണ ക്രിയയെ വിളിക്കുന്ന പേരെന്താണ്? വിനയച്ചം. പേരച്ചത്തിന് ഉദാഹരണം നോക്കൂ. നിൽക്കുന്ന കുട്ടി. കുട്ടി എന്ന നാമം അല്ലെങ്കിൽ പേരിനെ ആശ്രയിച്ചാണ് അപൂർണ ക്രിയയായ നിൽക്കുന്ന ഇരിക്കുന്നത്. അപ്പൊ നിൽക്കുന്ന കുട്ടി, നിൽക്കുന്ന അണ്ടർലൈൻ ചെയ്തിട്ട് ഇത് എന്താണെന്ന് ചോദിച്ചാൽ എന്താണത്? പേരച്ചമാണ്. കാരണം പേരിനെ ആശ്രയിച്ചല്ലേ അത് നിൽക്കുന്നത്. ഇനി വിനയച്ചതിനൊരു ഉദാഹരണം പറയാം. ഉറങ്ങാൻ കിടന്നു. കിടന്നു എന്ന പൂർണ്ണ ക്രിയയെ ആശ്രയിച്ചാണ് ഉറങ്ങാൻ നിൽക്കുന്നത്. അപ്പൊ ഉറങ്ങാൻ എന്നത് എന്താണ്? വിനയച്ചം. മറ്റൊരു ഉദാഹരണം, പഠിക്കാൻ ഇരുന്നു. പഠിക്കാൻ ഇരുന്നു. അപ്പൊ ഇരുന്നു എന്നത് പൂർണ്ണ ക്രിയയാണ്. അതിനെ ആശ്രയിച്ചാണ് എന്ത് നിൽക്കുന്നത്? പഠിക്കാൻ നിൽക്കുന്നത്. അപ്പൊ പഠിക്കാൻ ഇരുന്നു. അതിൽ പഠിക്കാൻ എന്നത് വിനയച്ചമാണ്. ഇനി മറിഞ്ഞു വീണു. വീണു എന്ന ക്രിയയെ ആശ്രയിച്ചാണ് മറിഞ്ഞു നിൽക്കുന്നത്. അപ്പൊ മറിഞ്ഞു എന്നത് എന്താണ്? വിനയച്ചമാണ്. മറിഞ്ഞു എന്നത് വിനയച്ചം. അപ്പൊ വിനയച്ചം എന്നാൽ എന്താണ്? ഒരു പൂർണ്ണ ക്രിയയെ ആശ്രയിച്ച് നിൽക്കുന്നത് വിനയച്ചം. പേരച്ചം എന്നാൽ ഒരു നാമത്തെ അല്ലെങ്കിൽ പേരിനെ ആശ്രയിച്ച് നിൽക്കുന്നതാണ് എന്ത്? പേരച്ചം. ഈ വിനയച്ചം തന്നെ 5 വിധമുണ്ട്. ഏതൊക്കെയാണ്? മുൻവിനയച്ചം, പിൻവിനയച്ചം, തൻവിനയച്ചം, നടുവിനയച്ചം, പാക്ഷിക വിനയച്ചം. വിനയച്ചം എത്ര വിധമുണ്ട്? 5 വിധം. ഏതൊക്കെയാണ്? മുൻവിനയച്ചം, പിൻവിനയച്ചം, തൻവിനയച്ചം, നടുവിനയച്ചം, പാക്ഷിക വിനയച്ചം എന്നിവയാണ്. ഓക്കെ, അത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വേറൊരു ക്ലാസ്സിൽ പറഞ്ഞു തരാമേ. ഇപ്പൊ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അടുത്ത ചോദ്യം,
തത്സമ രൂപത്തിലുള്ള പദം ഏത്? ഖേദന. ഖേദനയാണ് തത്സമ രൂപത്തിലുള്ള പദം. അപ്പൊ എന്താണ് തത്സമം എന്നാൽ? അന്യഭാഷാ പദങ്ങളെ വർണ്ണഭേദം വരുത്താതെ അതേപടി സ്വീകരിക്കുന്നതിനെയാണ് തത്സമം എന്ന് പറയുന്നത്. അതായത് മറ്റു ഭാഷയിലെ പദങ്ങളായിരിക്കും, ഒന്നെങ്കിൽ സംസ്കൃതത്തിൽ നിന്നുള്ള പദമായിരിക്കും, അല്ലെങ്കിൽ ഹിന്ദിയിൽ നിന്നുള്ള പദമായിരിക്കും, അല്ലെങ്കിൽ പോർച്ചുഗീസ് ലാംഗ്വേജിലെ പദമായിരിക്കും. അതിന് വ്യത്യാസമൊന്നും വരുത്താതെ അതേപടി സ്വീകരിക്കുന്നതിനെയാണ് എന്ത് പറയുന്നത്? തത്സമം എന്ന് പറയുന്നത്. അതിന് ഉദാഹരണം മിഠായി. മിഠായി ഒരു ഹിന്ദി വാക്കാണ്, അത് അതുപോലെ തന്നെ നമ്മുടെ മലയാളത്തിൽ ഉപയോഗിക്കാറുണ്ട്. ഓഹരി. ഓഹരി എന്നത് ഒരു പേർഷ്യൻ വാക്കാണ്, അത് അതേപടി മലയാളത്തിൽ ഉപയോഗിക്കാറുണ്ട്. ഹാജർ. ഹാജർ എന്നത് അറബി വാക്കാണ്, അത് അതേപടി മലയാളത്തിൽ ഉപയോഗിക്കാറുണ്ട്. അപ്പൊ അതിനെയാണ് എന്ത് പറയുന്നത്? തത്സമം എന്ന് പറയുന്നത്. അതായത് അന്യഭാഷാ പദങ്ങളാണ്, അത് ഒരു വ്യത്യാസവും കൂടാതെ അതുപോലെ തന്നെ മലയാളത്തിലേക്ക് പകർത്തുന്നതിനെയാണ് തത്സമം എന്ന് പറയുന്നത്. അപ്പൊ തൽഭവം എന്നാലോ കുറച്ചൊക്കെ മാറ്റങ്ങൾ വരുത്തി മലയാളത്തിലേക്ക് ഉപയോഗിക്കുന്നു. കുറച്ചൊക്കെ മാറ്റങ്ങൾ വരുത്തി എന്ത് ചെയ്യുന്നു? മലയാളത്തിലേക്ക് ഉപയോഗിക്കുന്നതിനെയാണ് എന്ത് പറയുന്നത്? തൽഭവം. അടുത്ത ചോദ്യം, ദിസ് ഈസ് ദ സ്റ്റാൻഡിംഗ് ഓർഡർ. മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്താൽ എങ്ങനെയാ വരുന്നത്? ഇത് നിലവിലുള്ള ഉത്തരവാണ് എന്നതാണ് കറക്റ്റ് ആയിട്ടുള്ള മലയാള വിവർത്തനം. ദിസ് ഈസ് ദ സ്റ്റാൻഡിംഗ് ഓർഡർ എന്നാൽ ഇത് നിലവിലുള്ള ഉത്തരവാണ്. ഒന്ന് രണ്ട് വിവർത്തനങ്ങൾ നോക്കാം. നേക്കഡ് ട്രൂത്ത് എന്നാൽ എന്താണ്? നഗ്ന സത്യം. നേക്കഡ് ട്രൂത്ത് എന്നാൽ അതിന്റെ തർജ്ജമ എന്താണ്? നഗ്ന സത്യം. കാരിക്കേച്ചർ എന്നാൽ തൂലികാ ചിത്രം എന്നതാണ് മലയാള വിവർത്തനം. കാരിക്കേച്ചർ എന്താണ്? തൂലികാ ചിത്രം. ബ്ലാക്ക് ലെഗ് എന്നാൽ കരിങ്കാലി. ബ്ലാക്ക് ലെഗ് എന്നാൽ കരിങ്കാലി. ക്രോക്കോഡൈൽ ടിയേഴ്സ് എന്നാൽ മുതല കണ്ണീർ. ക്രോക്കോഡൈൽ ടിയേഴ്സിന്റെ വിവർത്തനം എന്താണ്? മുതല കണ്ണീർ. എ ഡൗട്ടിംഗ് തോമസ് ആരാണ്? അല്പവിശ്വാസി. എ ഡൗട്ടിംഗ് തോമസ് എന്നതിന്റെ വിവർത്തനം എന്താണ്? അല്പവിശ്വാസി. കഡ്ഡ മസ്റ്റാർഡ് എന്നാൽ വിജയിക്കുക. കഡ്ഡ മസ്റ്റാർഡ് എന്നാൽ എന്താണ്? വിജയിക്കുക. അപ്പൊ ദിസ് ഈസ് ദ സ്റ്റാൻഡിംഗ് ഓർഡർ. മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്താൽ എങ്ങനെയാണ്? ഇത് നിലവിലുള്ള ഉത്തരവാണ്. ഇനി ഒന്ന് രണ്ട് ചോദ്യം വിവർത്തനങ്ങളാണ്. സീറോ അവർ എന്നതിന്റെ ഉചിതമായ മലയാളം ശൂന്യവേള എന്നതാണ്. സീറോ അവർ എന്നാൽ ശൂന്യവേള. പാസ്ഡ് എവേ എന്നാൽ എന്താണ്? മരിച്ചുപോയി എന്നതാണ് മീനിങ്. പാസ്ഡ് എവേ എന്നാൽ മരിച്ചുപോയി. ഗോർഡിയൻ നോട്ട് എന്നാൽ മീനിങ് എന്താണ്? ഊരാ കുടുക്ക്. ഗോർഡിയൻ നോട്ട് എന്നാൽ ഊരാ കുടുക്ക്. വൈറ്റ് ലൈ എന്നാൽ വെള്ളക്കള്ളമല്ല, പച്ചക്കള്ളമാണ്. വൈറ്റ് ലൈ എന്നതിന്റെ തർജ്ജമ എന്താണ്? പച്ചക്കള്ളം. പച്ചക്കള്ളം. ഫസ്റ്റ് പേഴ്സൺ എന്നാൽ ഉത്തമ പുരുഷൻ, തേർഡ് പേഴ്സൺ എന്നാൽ പ്രഥമ പുരുഷൻ. ഫസ്റ്റ് പേഴ്സൺ എപ്പോഴും ഉത്തമനായിരിക്കും എന്ന് ഓർത്താൽ മതി. ഫസ്റ്റ് പേഴ്സൺ ഉത്തമ പുരുഷനാണ്, തേർഡ് പേഴ്സൺ ആരാണ്? പ്രഥമ പുരുഷൻ. ഓക്കെ, അടുത്ത ചോദ്യം, സ്ലോ ആൻഡ് സ്റ്റഡി വിൻസ് ദ റേസ് എന്നതിന് സമാനമായ പഴമൊഴി എന്താണ്? പയ്യെ തിന്നാൽ പനയും തിന്നാം എന്നതാണ്. സ്ലോ ആൻഡ് സ്റ്റഡി വിൻസ് ദ റേസ് എന്നതിന്റെ പഴമൊഴി എന്താണ്? പയ്യെ തിന്നാൽ പനയും തിന്നാം. എൻവി ഇസ് ദ സോറോ ഓഫ് ഫൂൾസ് എന്നാൽ എന്താണ്? അസൂയ വിഡ്ഢികളുടെ ദുഃഖമാണ്. അസൂയ വിഡ്ഢികളുടെ ദുഃഖമാണ്. മേക്ക് ഹേ വൈൽ ദ സൺ ഷൈൻസ് എന്നാൽ കാറ്റുള്ളപ്പോൾ തൂറ്റുക അല്ലെങ്കിൽ കാറ്റുള്ളപ്പോൾ പാറ്റുക എന്നൊക്കെയാണ് എന്നതിന്റെ മീനിങ്. മേക്ക് ഹേ വൈൽ ദ സൺഷൈൻസ്. മേക്ക് ഹേ വൈൽ ദ സൺഷൈൻസ് എന്നതിന്റെ മീനിങ് എന്താണ്? കാറ്റുള്ളപ്പോൾ പാറ്റുക അല്ലെങ്കിൽ കാറ്റുള്ളപ്പോൾ തൂറ്റുക എന്നതൊക്കെയാണ് മീനിങ്. ആൻഡ് എംപ്റ്റി വെസൽ മേക്സ് മച്ച് വോയിസ് എന്നതിന്റെ തർജ്ജമ എന്താണ്? ഒഴിഞ്ഞ പാത്രം കൂടുതൽ ഒച്ചയുണ്ടാക്കും. ഒഴിഞ്ഞ പാത്രം കൂടുതൽ ഒച്ചയുണ്ടാക്കും എന്നതാണ് മീനിങ്. പ്രാക്ടീസ് മേക്സ് പെർഫെക്റ്റ്. നിത്യാഭ്യാസി ആനയെ എടുക്കും. നിത്യാഭ്യാസി ആനയെ എടുക്കും എന്നതാണ് പ്രാക്ടീസ് മേക്സ് പെർഫെക്റ്റിന്റെ തർജ്ജമ. അടുത്ത ചോദ്യം, ലീലാതിലകം എന്ന മലയാള വ്യാകരണ ഗ്രന്ഥം രചിച്ചിരിക്കുന്ന ഭാഷ ഏതാണ്? സംസ്കൃത ഭാഷയിലാണ് ലീലാതിലകം എന്ന മലയാള വ്യാകരണ ഗ്രന്ഥം രചിച്ചിരിക്കുന്നത്. ശരിയായ പദം പശ്ചാത്തലം എന്ന് കറക്റ്റായിട്ട് എഴുതുന്നത് ഇങ്ങനെയാണ്, പശ്ചാത്തലം. പശ്ചാത്തലം. ഓക്കെ. ചന്തുമേനോന്റെ അപൂർണ നോവലാണ് ശാരദ. അത് തന്നെ ഒരു ചോദ്യമാണ്. ചന്തുമേനോന്റെ അപൂർണ നോവൽ ഏതാണ്? ശാരദയാണ്. ഇതൊരു ദ്യോതകമാണെന്ന് ഓർക്കുക. ദ്യോതകം. കൂനുള്ള എന്നർത്ഥം വരുന്ന വാക്ക് മന്ധര. മന്ധര എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? ന്യായും ധായുമാണ്. രഥത്തിന് ധാ. കൂനുള്ള എന്നതാണ്. ഉത്തമ പുരുഷൻ ഇവിടെ തന്നിരിക്കുന്നത് ഏതാ? ഉത്തമ പുരുഷൻ എന്നാൽ ഫസ്റ്റ് പേഴ്സൺ. ഇതിൽ ഫസ്റ്റ് പേഴ്സൺ ഏതാണ്? ഞാനാണ് ഫസ്റ്റ് പേഴ്സൺ. ഞാനാണ് ഫസ്റ്റ് പേഴ്സൺ. ഇവിടെ കുറച്ച് അർത്ഥവ്യത്യാസം പദങ്ങൾ കൊടുത്തിട്ടുണ്ട്, അതും കൂടി ഒന്ന് നോക്കിയിട്ട് പോകാം. PSC എപ്പോഴും ചോദിക്കുന്ന കുറച്ച് പദങ്ങളാണ്. അകം എന്നാൽ ഉൾവശം.
നമ്മുടെ അകം അല്ലെങ്കിൽ ഒരു സാധനത്തിന്റെ അകം എന്നാൽ എന്താണ്? അതിന്റെ ഉള്ളിലുള്ള കാര്യം, ഉൾവശമാണ്. അകം എന്നാൽ പർവ്വതം എന്നതാണ് മീനിങ്. പർവ്വതം, അകം എന്നാൽ പർവ്വതം. അംഗത്തിന് പുറപ്പെടുക എന്നാൽ യുദ്ധത്തിന് പുറപ്പെടുക. അംഗവൈകല്യം, അത് അവയവം എന്നതാണ് മീനിങ്. അപ്പൊ അകം എന്നാൽ ഉൾവശം, അകം എന്നാൽ പർവ്വതം, അംഗം എന്നാൽ യുദ്ധം, അംഗം എന്നാൽ അവയവം. അടുത്ത വാക്ക് എപ്പോഴും PSC ചോദിക്കുന്നതാണ് അനലൻ. അനലൻ എന്നാൽ അഗ്നിയാണ്. അനിലൻ എന്നാലോ കാറ്റ്. അതെപ്പോഴും അർത്ഥവ്യത്യാസത്തിൽ ചോദിക്കുന്നതാണ്. അനലൻ എന്നാൽ അഗ്നി, അനിലൻ എന്നാൽ കാറ്റ്. അൻപ് ഒരു തമിഴ് വാക്കാണ്. അൻപ് ദയ. അമ്പ് എന്നാൽ ബാണം. അതിഥി എന്നാൽ തിഥി നോക്കാതെ വരുന്ന ആള് ആരാണ്? വിരുന്നുകാരനാണ്, വിരുന്നുകാരൻ. അതിഥി എന്നാലോ ദേവമാതാവാണ്, ദേവമാതാവ്. അന്തരം, അജഗജാന്തരം. അന്തരം എന്നാൽ വ്യത്യാസം. ആന്തരം എന്നാലോ രഹസ്യം. ആന്തരം എന്നാൽ രഹസ്യം. അടുത്തത് ഇമ്പോർട്ടന്റ് ആണ്. അർത്ഥം എന്നാൽ പൊരുൾ എന്ന് മീനിങ് ആണ്. അർദ്ധചന്ദ്രൻ, പകുതി. ഹാഫ് മൂൺ, പകുതി എന്നതാണ് മീനിങ്. അമ്പുതവും എപ്പോഴും ചോദിക്കാറുണ്ട്. അമ്പുജം താമര, അമ്പുതം എന്നാൽ മേഘം. ഓക്കെ, അപ്പൊ നമുക്ക് ചോദ്യത്തിലേക്ക് തന്നെ തിരിച്ചു വരാം. ചോദ്യം ഇതാണ്, വാക്യശുദ്ധിയാണ്. ശരിയായ വാക്യം ഏത്? ഈ തന്നിരിക്കുന്നതില് 4 ഓപ്ഷൻ. ശരിയായ വാക്യം അതിനേക്കാൾ മെച്ചമൊന്നും ഇതിനില്ല എന്നതാണ് ശരി. അപ്പോ ബാക്കി 3 എന്തുകൊണ്ട് തെറ്റിപ്പോയി എന്നുകൂടെ നോക്കണ്ടേ. അതിനേക്കാൾ കവിഞ്ഞ ഒരു മെച്ചമൊന്നും. അതിനേക്കാൾ എന്ന മീനിങ് തന്നെയാണ് കവിഞ്ഞ എന്നതിനും. അപ്പോ സെയിം മീനിങ് ഉള്ള 2 വേർഡ്സ് ഒരു സെന്റൻസിൽ ഉപയോഗിക്കാൻ പാടില്ല, അതുകൊണ്ട് അത് തെറ്റ്. ഇവിടെയും അത് തന്നെയാണ്. ഓപ്ഷൻ ബി, അതിനേക്കാൾ കവിഞ്ഞ. അത് രണ്ടും ഉപയോഗിക്കാൻ പാടില്ല ഒരുമിച്ച്. ഇനി അതിനേക്കാൾ മെച്ചമൊന്നും ഇതിനില്ല. ഇനി ഇവിടെ ഓപ്ഷൻ സിയും ഡിയും സെയിം തന്നെയാണ് അവർ കൊടുത്തേക്കുന്നത്. അതിനേക്കാൾ മെച്ചമൊന്നും ഇതിനില്ല, അതിനേക്കാൾ മെച്ചമൊന്നും ഇതിനില്ല. ഏതെങ്കിലും ഒന്നെടുത്താൽ മതി. അപ്പൊ ഇവിടെ എന്തോ അതിനേക്കാൾ ഒരു മെച്ചമൊന്നും, ആ ഒരു അവിടെ വിട്ടുപോയതായിരിക്കാം കേട്ടോ. അപ്പൊ ഓപ്ഷൻ ഡി ആണ് ഉത്തരമായിട്ട് കൊടുത്തിരിക്കുന്നത്. അടുത്ത ചോദ്യം, അവൾ ഉറങ്ങുന്നു. അടിവരയിട്ട ക്രിയ എന്താണ്? അകർമ്മകമാണ്. അകർമ്മകം എന്നാൽ എന്ത്? കർമ്മമില്ലാത്തത്. അപ്പൊ എന്താണ് അകർമ്മകം, എന്താണ് സകർമ്മകം? സകർമ്മകം എന്നാൽ കർമ്മമുള്ളത്. അതായത് ക്രിയാപദത്തിനോട് ആരെ എന്തിനെ എന്ന് ചോദിക്കുമ്പോൾ ഉത്തരം കിട്ടുന്നുണ്ടോ എന്ന് നോക്കണം. ഉത്തരം കിട്ടിയാൽ സകർമ്മകം. ഇനി ക്രിയാപദത്തിനോട് ആരെ എന്തിനെ എന്ന് ചോദിക്കുമ്പോൾ ഉത്തരം ലഭിച്ചില്ല എന്നുണ്ടെങ്കിൽ അത് അകർമ്മകം. ഉദാഹരണം, അമ്മ അടിച്ചു. ഇവിടെ ആരെ അടിച്ചു, എന്തിനെ അടിച്ചു എന്ന് ചോദിക്കുമ്പോൾ ഉത്തരം കിട്ടുന്നുണ്ടല്ലോ, അതുകൊണ്ട് സകർമ്മകമാണ്. അവൻ ഉറങ്ങുന്നു അല്ലെങ്കിൽ അവൾ ഉറങ്ങുന്നു. ഇവിടെ ആരെ ഉറങ്ങുന്നു, എന്തിനെ ഉറങ്ങുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം കിട്ടുവോ? ഇല്ല. ആരെ ഉറങ്ങുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം കിട്ടുവോ? എന്തിനെ ഉറങ്ങുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം കിട്ടുവോ? ഇല്ല. അങ്ങനത്തെ ആണെങ്കിൽ അകർമ്മകമാണ്, അകർമ്മകം. അപ്പൊ സകർമ്മകം എന്നാൽ ആരെ അല്ലെങ്കിൽ എന്തിനെ എന്ന് ചോദിച്ചാൽ ഉത്തരം കിട്ടിയാൽ സകർമ്മകവും, ആരെ അല്ലെങ്കിൽ എന്തിനെ എന്ന് ചോദിച്ചാൽ ഉത്തരം കിട്ടാത്ത ഏതാണ്? അകർമ്മകവും ആണ്. ഇപ്പൊ ഉറങ്ങുന്നു, അടിവരയിട്ട പദം എന്താണ്? അകർമ്മകം. അടുത്ത ചോദ്യം എപ്പോഴും ചോദിക്കാറുള്ളതാണ്, PSC പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. നക്ഷത്രങ്ങളുടെ സ്നേഹഭാജനം എന്ന് വിശേഷിപ്പിക്കപ്പെട്ട കവി ആരാണ്? ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയാണ്. ചങ്ങമ്പുഴ. അടുത്ത ചോദ്യം, നിയോജക പ്രകാരത്തിന് ഉദാഹരണം. വരട്ടെ. ഒന്ന് മാത്രം ഓർത്താൽ മതി. അട്ടേ എന്ന് വന്നു കഴിഞ്ഞാൽ അത് നിയോജക പ്രകാരമാണ്. അട്ടേ എന്ന് വന്നു കഴിഞ്ഞാൽ അതെന്താണ്? നിയോജക പ്രകാരം. ഇവിടെ വരട്ടെ എന്നതാണ് നിയോജക പ്രകാരം. നിങ്ങൾ ഓർക്കുക, നിങ്ങൾ എങ്ങനെ നിങ്ങളായെന്ന് ആരുടെ വരികളാണ്? കുറത്തി എന്ന കവിതയിലെ വരികളാണ്. കടമ്മനിട്ട രചിച്ച വരികൾ. അനുനാസികം മൂക്കൊണ്ട് പറയുന്നത് ഏതാ? നായാണ് ഇവിടെ അനുനാസികം. ബാക്കി ച, ക, ത അതൊക്കെ അനുനാസികമാണോ? അല്ല. നായാണ് ഇവിടെ അനുനാസികം. ലോപസന്ധി, ലോപിച്ചു പോകുന്നത്. പെറ്റമ്മ എന്ന വാക്കാണ് ലോപസന്ധിക്ക് ഉദാഹരണം. ഭാവികാല ക്രിയ, ഭാവിയിൽ നടക്കാൻ പോകുന്ന ഫ്യൂച്ചർ ടെൻസ്. പോകും, ഭാവിയിൽ പോകും. ആധാരിക വിഭക്തിയുടെ പ്രത്യയം ഏതാണ്? ഇൽ കൽ ആണ് ആധാരിക വിഭക്തിയുടെ പ്രത്യയം. ഓക്കെ, അപ്പൊ ഇത്രയാണ് ചോദ്യങ്ങൾ. മനസ്സിലായി എന്ന് കരുതുന്നു. ഇതുപോലുള്ള ക്ലാസ്സുകൾ ഇനിയും പ്രതീക്ഷിക്കാം. ഓക്കെ, PSC ബുള്ളറ്റിൻ കൂടുതലായിട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം കേട്ടോ. അപ്പൊ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. കൂടാതെ ക്ലാസ് കണ്ടിട്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോവുക.
അതുപോലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്തിട്ടും കൂടി പോവുക. പിന്നെ നമ്മുടെ ഹർഷിതം എഡ്യൂടെക് ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഫസ്റ്റ് കമന്റിൽ കൊടുത്തേക്കാം. ഇനി വരുന്ന PSC പരീക്ഷകൾക്ക് വേണ്ടിയുള്ള എല്ലാ കോഴ്സുകളും ഞാൻ നമ്മുടെ ആപ്പിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. വളരെ തുച്ഛമായിട്ടുള്ള ഫീസിൽ കയറി ജോയിൻ ചെയ്തോണേ. അപ്പൊ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക്